ഇന്നലെ ഈ ചർച്ചയൊക്കെ നടക്കുന്ന സമയത്ത് ഖത്തർ പ്രധാനമന്ത്രിയെ വിളിച്ചു. നെതന്യാഹു ഫോണിൽ വിളിച്ച് മാപ്പ് ചോദിച്ചു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. കാരണം ഖത്തറിന്റെ പരമാധികാരത്തിൽ ഇടപെട്ടു. അതായത് അവിടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ സൈനികനെ വധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലുള്ള ഖേദമാണ് പ്രകടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. അതെ, എന്നാലും ഈ കൂടിക്കാഴ്ചക്കിടെയായിരുന്നു ഈ ഫോൺ സംഭാഷണം എന്നുള്ളത് കൂടെ ശ്രദ്ധേയമാണ്. സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ കൈ അതിനകത്തുണ്ടാവും. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അറബ് രാഷ്ട്രങ്ങളെ കയ്യിലെടുക്കണം. ഈ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഒരു പിന്തുണ അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന് ലഭിക്കണം. അതിന് അവർക്കൊരു കാരണം വേണം. അതായത് ഞങ്ങൾ മാപ്പൊക്കെ ചോദിച്ചു കഴിഞ്ഞു, ഇനി നമ്മുടെ കൂടെ നിന്നുകൂടെ എന്ന് ചോദിക്കാൻ ബുദ്ധി ഉണ്ടായിരുന്നല്ലേ? ശരി, നമുക്ക് MC നാസറിനോട് തന്നെ ചോദിക്കാം അതിന്റെ വിശദാംശങ്ങൾ കൂടി. യെസ്, അപ്പോൾ നാസർ, ഇതുമായി ബന്ധപ്പെട്ട നൗഫലിന്റെ ഒരു നിരീക്ഷണം എനിക്ക് തോന്നുന്നു അത് തന്നെയായിരിക്കണം സംഭവിച്ചത്. കാരണം ഈ ദോഹ ആക്രമണം നടന്ന ഇത്രയും കാലം ഒരു ഖേദവും പ്രകടിപ്പിക്കാത്ത നെതന്യാഹു ഇന്നലെ വൈറ്റ് ഹൗസിൽ പോയി ഫോൺ ചെയ്ത് സംസാരിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിൽ ഇടഞ്ഞു നിൽക്കുന്ന അറബ് രാഷ്ട്രങ്ങളെ കൂടി തന്ത്രപരമായി തങ്ങൾക്കൊപ്പം നിർത്തുക എന്നുള്ള ഒരു നീക്കം കൂടിയായിരിക്കണം അതിന് പിന്നിലല്ലേ? കാരണം ഖേദപ്രകടനം നേരത്തെ ഒരു നിലക്കും നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഖത്തറിലുള്ള ഹമാസ് നേതാക്കളെ വകവരുത്താൻ ഇനിയും ആക്രമണം നടത്തുമെന്ന് വളരെ പരസ്യമായിട്ട് നിലപാട് പ്രഖ്യാപിച്ച ഒരു നേതാവ് കൂടിയാണ് നെതന്യാഹു. പല ഘട്ടങ്ങളിലും അദ്ദേഹം ഈ ആക്രമണത്തെ സാധൂകരിക്കുകയായിരുന്നു. ആ ഒരു നെതന്യാഹുവാണ് ഇന്നലെ വൈറ്റ് ഹൗസിൽ വരുന്നു, ട്രംപുമായി ചർച്ച നടക്കുന്നു. ആ ചർച്ചയുടെ ഇടവേളയിൽ തന്നെയാണ് ട്രംപ് നിർദ്ദേശിച്ചത് പ്രകാരം ഖത്തർ പ്രധാനമന്ത്രിയെ ടെലിഫോണിൽ വിളിക്കുന്നു. അങ്ങനെ ഖത്തറിന്റെ പരമാധികാരത്തിന് നേരെ താൻ നടത്തിയ അല്ലെങ്കിൽ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ആക്രമണത്തിൽ തനിക്ക് മാപ്പ് നൽകണം, കാരണം അതൊരു തെറ്റായ ഒരു കാര്യമായിരുന്നു താൻ ചെയ്തത്. അതുമാത്രമല്ല, ഇനി അങ്ങോട്ട് ഒരു നിലയ്ക്കും ഒരു ഘട്ടത്തിൽ പോലും ഖത്തറിനെ താൻ ആക്രമിക്കുകയില്ല എന്നുകൂടി ഖത്തർ പ്രധാനമന്ത്രിക്ക് നെതന്യാഹു ഉറപ്പ് നൽകുകയാണ്. ഈ രണ്ട് കാര്യങ്ങളും നേരത്തെ തന്നെ ഖത്തർ ആവശ്യപ്പെട്ടതായിരുന്നു. കാരണം പിന്നിട്ട് 24 മാസമായി നിരന്തരമായിട്ടുള്ള ഈ സമാധാന ചർച്ചകൾക്ക് മേൽനോട്ടം വഹിച്ച അതിന് മധ്യവർത്തിയായി നിന്ന ഒരു രാജ്യം കൂടിയാണ് ഖത്തർ. അപ്പോൾ ഖത്തർ പറഞ്ഞത് തങ്ങളുടെ പരമാധികാരത്തിന് നേരെ നടന്ന ഈ ആക്രമണത്തിൽ പൂർണ്ണമായിട്ടും മാപ്പ് പറയണം. മറ്റൊന്ന്, ഒരു നിലയ്ക്കും ഇനി ആക്രമണം ഉണ്ടാകില്ല എന്ന് ഇസ്രായേൽ ഉറപ്പ് നൽകണം. ഈ രണ്ട് ഖത്തർ ഉന്നയിച്ച ആവശ്യങ്ങളും അന്തർദേശീയ തലത്തിൽ, നയതന്ത്ര തലത്തിൽ ഖത്തറിന്റെ ഏറ്റവും വലിയ ഒരു വിജയം കൂടിയാണിത്. ഖത്തർ മാത്രമല്ല, മറ്റ് ഗൾഫ് രാജ്യങ്ങളും ഖത്തറിന്റെ ഈ നിലപാടിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു. അപ്പോൾ